ചീഫ് സെക്രട്ടറി ജയതിലക് സെക്രട്ടേറിയറ്റിൽ ഹാജരാക്കാത്തതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയില്ലെന്ന് സംസ്ഥാന വിവരാവകാശ ഓഫീസർ പറയുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്തെ ഹാജർ നില സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് സർക്കാർ ഈ മറുപടി നൽകിയിരിക്കുന്നത്. ഷെബീദ് റാവുത്തർ, ഗുഡ് മോർണിംഗ്. ഷെബീദ്, ഇങ്ങനെ ഒരു ചോദ്യത്തിന് വിവരാവകാശ രേഖ കൊടുക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടതാണ് സംസ്ഥാനത്തെ IAS തലപ്പത്ത് വലിയ പോര് നടക്കുന്നു എന്നുള്ള കാര്യം. എൻ പ്രശാന്തും ജയതിലകും തമ്മിൽ നടത്തിയ പോര് അത് പിന്നീട് അതിന്റെ പലതരത്തിലുള്ള സീമകൾ ലംഘിക്കുന്നതും നമ്മൾ കണ്ടു. അന്നേ എൻ പ്രശാന്ത് ഉയർത്തിയ ഒരു വാദമായിരുന്നു ജയതിലകിന്റെ ഹാജർ നില അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം. അത് സാധാരണ സർക്കാർ ജീവനക്കാരുടെ, പ്രത്യേകിച്ച് IAS ജീവനക്കാരുടെ അവരുടെ ഡെപ്യൂട്ടേഷൻ, അതേപോലെ തന്നെ അവരുടെ അവധി വിവരങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാകുന്ന തരത്തിലേക്ക് വരുത്തണം എന്നൊക്കെയുള്ള ആവശ്യം അദ്ദേഹം അന്ന് ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് പിന്നാലെ നടത്തിയ ആ വിവരാവകാശത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി നൽകിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി ജയതിലക് സെക്രട്ടേറിയറ്റിൽ ഹാജരാകാത്തതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്ഥാന വിവരാവകാശ ഓഫീസർ മറുപടിയായി നൽകിയിട്ടുള്ളത്. ജയതിലക് ഹാജരാകാത്തതിന് സർക്കാർ സ്വീകരിച്ച നടപടിയുടെ വിവരങ്ങളും നൽകാൻ കഴിയില്ല. ഇതെല്ലാം സ്വകാര്യ വിവരങ്ങൾ എന്നാണ് സർക്കാരിന്റെ വാദം. ജയതിലകിനെതിരെ മറ്റെന്തെങ്കിലും പരാതി ഉണ്ടോ എന്നുള്ള വിവരാവകാശത്തിലെ ചോദ്യത്തിനും സമാനമായ മറുപടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജയതിലകിന്റെ അവധി വിവരങ്ങളടക്കം മറച്ചുവെക്കുന്നു എന്നുള്ള ആക്ഷേപത്തിന് കൂടുതൽ ശക്തി പകരുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരാവകാശ രേഖ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.